അടുത്തതായി സംസാരിക്കുന്നതിനായി ഡോക്ടർ കായംകുളം യൂനുസ് സാറിനെ ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിന് കാരണക്കാരിയായ ബഹുമാനപ്പെട്ട കോമളവല്ലിയമ്മ മാഡം, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യായ ജയ ശ്രീകുമാർ, ബഹുമാന്യായ ഇടപ്പഴഞ്ഞി ശാന്തകുമാരി ടീച്ചർ, പ്രൊഫസർ കെ രാജശേഖരൻ, ഈ പുസ്തകം പ്രകാശന കർമ്മം നിർവഹിക്കുകയും എനിക്ക് ആ പുസ്തകങ്ങൾ തരികയും ചെയ്ത പ്രിയപ്പെട്ട GB ഹരീന്ദ്രനാഥ്, ശ്രീമതി സുന്ദു സുരേഷ്, ഡോക്ടർ ഗോപകുമാർ, ഡോക്ടർ മഞ്ജു ചന്ദ്രൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, BS ബാലേന്ദ്രൻ സാറും MR തമ്പാൻ സാറും ശ്രീ GB ഹരീന്ദ്രനാഥും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ ഒരു ചടങ്ങിൽ ഞാനിനി എന്താണ് പറയാനുള്ളത്? ഈ രണ്ട് പുസ്തകങ്ങളെയും ആകമാനം കീറിമുറിച്ച് അവർ അപഗ്രഥിച്ചു കഴിഞ്ഞു. സിന്ധുവിൻ്റെ ബിസിനസ് നടക്കാത്ത രീതിയിൽ എന്ന് ഒരു പ്രഭാഷകൻ തന്നെ ഇവിടെ പറഞ്ഞു. അത്രയ്ക്ക് വിശദമായി നമ്മളെല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയ നിലയ്ക്ക് ഞാനൊരു കഥ പറഞ്ഞ് രംഗമിടാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. എൻ്റെ നാട്ടിനടുത്ത് മുതുകുളത്ത്, അവിടെ ആലുവ ഫാക്ട് ഹൈസ്കൂളിൽ ജോലി ചെയ്തിരുന്ന മുതുകുളം ഗംഗാധരപിള്ള എന്ന് പറയുന്ന ഒരു കവിയുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പ്രശസ്തനായിരുന്നു. കേരളത്തിൽ അദ്ദേഹം എഴുതുന്ന കാലത്ത് വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. സീന രവി വള്ളികുന്നം എന്ന പേരിലാണ് അവർ കവിത എഴുതുന്നത്. അവരുടെ 4 പുസ്തകങ്ങൾ അവർ തിരുവനന്തപുരത്ത് വരികയാണ്. ഞാൻ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്, എനിക്ക് കൊണ്ട് തന്നോട്ടെ എന്ന് ചോദിച്ചു. ആ പുസ്തകങ്ങൾ കിട്ടി വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നത്തെ ഉറക്കം ഉണർന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ 2 പുസ്തകങ്ങൾ എനിക്ക് കിട്ടി. ഏറ്റവും മഹത്തായ 2 രചനകൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കൃതികൾ തന്നെയാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ നിങ്ങളെയൊക്കെ കാണാനൊരു വലിയ അവസരം കിട്ടി. ഇനിയും 1-2 ചടങ്ങുകൾ കൂടിയുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ കിട്ടിയതാണ്. ഈ മനുഷ്യരെ കാണുന്നതിനപ്പുറത്ത് ഒരു വലിയ ആഹ്ലാദം പകരുന്ന ഒരു കാര്യവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ കൂടിക്കാണുന്നു, ഒന്ന് പുഞ്ചിരിക്കുന്നു, പല കാര്യങ്ങൾ സംസാരിക്കുന്നു, മറ്റുള്ള ഒരു ലോകത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ദിവസവും ഓരോ സമയത്തും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരം ആഹ്ലാദിക്കാനുള്ള മറ്റെന്താണ് ഉള്ളത്? ഞാൻ ആ കൃതികളിലേക്ക് കൂടുതൽ ഗൗരവമായി കടന്നു പോകുന്നില്ലെങ്കിലും ശ്രീമതി കോമളവല്ലിയമ്മ മാഡം എന്നെപ്പോലെയും ശ്രീ ഹരീന്ദ്രനാഥിനെ പോലെയും ഒക്കെ എൻജിനീയറിംഗ് രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് ചീഫ് എഞ്ചിനീയറായി സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. എനിക്ക് തോന്നുന്നു ഹരീന്ദ്രനാഥും സിവിളാണെന്ന് തോന്നുന്നു. ഞാനും സിവിളാണ്, മാഡവും സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഈ ലോകത്തെ ആദിമകാല എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് എന്നാണ് പലപ്പോഴും നാം അവകാശപ്പെടാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഒരു വനിത, അടുത്ത കാലം വരെ കേരളത്തിൽ നിന്ന് ഒരു വനിത ആ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് അവർ പ്രാക്ടീസിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ടൊരു 75 വർഷം, 100 വർഷത്തിൽ താഴെയുള്ള ഒരു കാലയളവേ ഉള്ളൂ ഒരു മലയാളി വനിത സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏതെങ്കിലും മേഖലയിലേക്ക് കടന്നുള്ളൂ. നമ്മുടെ ചരിത്രത്തിൻ്റെ
ആദ്യ കാലത്തോളം പഴക്കമുള്ളതാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് രംഗം. അപ്പോൾ നമ്മുടെ പുരോഗതിയുടെ ഒരു സിമ്പലാണ് ഈ കോമളവല്യമ്മ മേഡത്തെ പോലെയുള്ള ആളുകളുടെ എഞ്ചിനീയറിംഗ് പ്രവർത്തനവും അവരുടെ സാഹിത്യ പ്രവർത്തനവും. നമ്മുടെ കാലഘട്ടത്തിൽ മാറുമറയ്ക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും കിട്ടിയിട്ടും ഏതാണ്ട് കുറച്ചു കാലം ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പുരോഗതിയുടെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങളും നിർവഹിച്ചിരിക്കുന്ന ദൗത്യവും പുരോഗതിയുടെ മറ്റൊരു ഘട്ടത്തെ കുറിക്കുന്നതാണ്. ഒരു എഞ്ചിനീയറുടെ ബോധധാര എന്നുള്ള പുസ്തകമാണ് ഗദ്യരൂപത്തിൽ കോമളവല്യമ്മ മാഡം ഇവിടെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് പ്രൊഫസർ രാജശേഖരൻ സാറ് വളരെ നന്നായി പഠിക്കുകയും നല്ലൊരു അവതാരിക ഇതിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇതിൻ്റെ ഭാഷയാണ്. സാധാരണ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് പ്രസാധകരും വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകങ്ങൾ കൂടുതൽ വിൽക്കുന്നെന്നും അത് കോമളവല്യമ്മ മാഡത്തെ പോലെയുള്ള ആളുകൾ രചിച്ചതാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഷാ പുസ്തകം, ഞാൻ കുറ്റം പറയല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതിൻ്റെ തലവനാണ് ഇപ്പോൾ ഇവിടുന്ന് പോയ തലവനായിരുന്ന ആളാണ് തമ്പാൻ സാർ. അതിൽ വളരെ കാലം പ്രവർത്തിച്ച എഡിറ്ററാണ് ശ്രീ GB ഹരീന്ദ്രനാഥ്. അതിൻ്റെ ഭാഷയും നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എന്നെ ആകർഷിച്ച ഈ പുസ്തകത്തിലെ മുഖ്യമായ ഘടകം. ഇത് വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങത്തക്ക കണക്കിന് ആ വിഷയത്തെ മാഡത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം തറയിൽ വയ്ക്കാതെ വായിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ എന്തോ ആയിക്കോട്ടെ, വിഷയം അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ കോൺഫറൻസുകളിലൊക്കെ അവതരിപ്പിച്ച ഒരു പുസ്തകമായിരിക്കാം, ഒരു പ്രബന്ധമായിരിക്കാം ഇതിൽ ചേർത്തിരിക്കുന്നതെങ്കിൽ കൂടി ഇതിൻ്റെ പൊതു സ്വഭാവം ലാളിത്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഷ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അതൊരു എഞ്ചിനീയറെ കൊണ്ട് സാധിക്കുക എന്ന് പറയാം. സാധാരണ എഞ്ചിനീയർമാരെ കുറിച്ച് പറയുന്ന ഉണക്ക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെന്നാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി വളരെ കുറവായിരിക്കും. ഭാഷ വളരെ വളരെ ജാർഗൻസ് ഉണ്ടാക്കുന്നതായിരിക്കും, കടുകട്ടിയായിട്ടുള്ള പദങ്ങളായിരിക്കും അവരുപയോഗിക്കുക. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ മേന്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാളിത്യമാണ്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ പേർത്തും വായിക്കേണ്ടതാണ്. ഇതിലവർ സ്വീകരിച്ചിരിക്കുന്ന വിഷയവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഇവിടെ ബാലേന്ദ്ര സാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ഗൈഡ് ബുക്കാണ്. ഞാൻ ഇതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ആദ്യത്തെ ഒരു ചാപ്റ്റർ ഒഴിച്ചാൽ, നിഴലിനെ വിഴുങ്ങുന്ന മഹാക്ഷേത്രം എന്ന ചാപ്റ്റർ ഒഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആകർഷകമാണ്. ഓരോ പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററുകൾ വായിക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ആകർഷണീയത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റിലുകളും. സ്ത്രീകളും സമൂഹവും, സ്ത്രീകളും പരിസ്ഥിതി സംരക്ഷണവും, വിദ്യാർത്ഥികളും സാമൂഹ്യ സേവനവും. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹ്യൂമൻ കണ്ടന്റ്, മനുഷ്യനും ഒരു ഡോക്ടർ പെരുമാറുമ്പോൾ അവനെപ്പോലെ തന്നെ സചേതനമായ ഒരു വസ്തുവിനോടാണ് അവൻ പെരുമാറുന്നതെന്നും അതിനൊരു റെസ്പോൺസ് സിസ്റ്റം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന എത്ര ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഫഷണൽസും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉണ്ടായി വരുന്ന എല്ലാ സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും പരസ്പര സംഘർഷങ്ങളും ഒക്കെ ഈ പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളും സാമൂഹിക സേവനവും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്കെല്ലാവർക്കും വായിക്കേണ്ടതും പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിരുത്തി പഠിക്കേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ
സമയപരിപാലനത്തെക്കുറിച്ച് തമ്പാൻ സാർ ദീർഘമായി പറഞ്ഞതുകൊണ്ട് സമയം പരിപാലനത്തെക്കുറിച്ച് ഞാനും ഈ സുഭാഷിതം പോലുള്ള ഭാഷണങ്ങളിൽ റേഡിയോയിലൊക്കെ നൽകുന്നത് കൊണ്ടും ഞാനതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. ആ ബ്രിവിറ്റി, ആ സമയത്തിൻ്റെ ആ സൗകുമാര്യത അറിഞ്ഞുപയോഗിക്കാനുള്ള നമ്മുടെ കഴിവിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ ലേഖനം. എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം നമ്മളത് പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൽ താഴെയാകുന്നുള്ളൂ എഞ്ചിനീയറിംഗ് മേഖലയിൽ സജീവമായി നമ്മുടെ സ്ത്രീകൾ പങ്കെടുക്കുന്നത് എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുകയും അപഗ്രഥിക്കുകയും സ്റ്റാറ്റിസ്റ്റിക്സോടുകൂടി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലേഖനമാണത്. മറ്റൊരു ലേഖനമാണ് ജലസംരക്ഷണത്തിൻ്റെ ആവശ്യകത. ജലം എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അനിവാര്യമായി മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമുള്ളതാണ് ജലം. എല്ലാവരും ഇപ്പോൾ പറയുന്നതാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ ജലത്തിൻ്റെ പേരിലായിരിക്കും, മറ്റൊന്നിൻ്റെ പേരിലായിരിക്കും. പക്ഷേ ഇത് സംരക്ഷിക്കാൻ നമ്മൾ എത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, എത്ര പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഇറിഗേഷൻ വാട്ടർ സപ്ലൈ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് മാഡം അത് വിശദമായി ഈ പുസ്തകത്തിൽ അപഗ്രഥിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഇത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന, വിദ്യാർത്ഥികൾക്കും ഈ പൊതുജനങ്ങൾക്കും ടെക്നോക്രാറ്റ്സിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കൃതിയാണ് ഈ ഒരു എഞ്ചിനീയറുടെ ബോധധാര എന്ന് പറയുന്നത്. ഈ കൃതിയുടെ രചനയിൽ മാഡം 100% വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അടുത്ത പുസ്തകം കവിതാ സമാഹാരമാണ്. ഒറ്റ നോട്ടത്തിൽ മനുഷ്യന്റെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ പറയലാണ് കവിത. ഈ കൂടുതലായി നമ്മുടെ മനസ്സിൽ വരുന്നത് അത് പുറത്തേക്ക് തള്ളുമ്പോഴാണ് കവിതയായി മാറുക. ഇന്ന് ഇപ്പോൾ ഗദ്യകവിതയാണ് ധാരാളം വരുന്നതെങ്കിലും വൃത്തനിബദ്ധമായ കവിതകളും ധാരാളമായി വരുന്നുണ്ട്. ഇതിലെ 1-2 കവിതകൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് കവിതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്ന എടപ്പഴഞ്ഞ് ശാന്തകുമാരി മാഡം, മാഡത്തെ ഞാനുമൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ പത്രമാസികകളിൽ കൂടിയാണ് മനസ്സിലാക്കിയത്. ഈ സാരോപദേശ കഥകൾ മാഡം ധാരാളം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെനിക്കിവിടെ കാണാൻ കഴിയുന്ന, ഇന്ന് കാണാൻ കഴിഞ്ഞ എൻ്റെ ഭാഗ്യങ്ങളിലൊന്നാണ് എടപ്പഴഞ്ഞി ശാന്തകുമാരി മാഡത്തെ ഇപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മകളെ കണ്ടു, അവരുടെ സമാഹാരങ്ങൾ കണ്ടു. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത് എനിക്ക് പുസ്തകങ്ങൾ കിട്ടി. അതിനേക്കാൾ വലിയ ഗംഭീരമായ എൻ്റെ ഒരു നേട്ടം, ഈ ദിനത്തിൻ്റെ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ആദ്യമായി വായിച്ചു തുടങ്ങിയ ഒരു എഴുത്തുകാരിയുടെ ഫിസിക്കൽ പ്രസൻസ് ഈ ചടങ്ങിലുണ്ടായി എന്നുള്ളതാണ്. മാഡത്തിനെ ഏറ്റവും ആഹ്ലാദത്തോടെ വന്ദിക്കുകയാണ് ഞാൻ ഈ ചടങ്ങിൽ. ഒരു നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. തന്നെയല്ല, കോമളവല്ലിയമ്മ പറയാത്ത ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ന്. ഞാൻ പ്രസംഗിക്കാറില്ല, പ്രസംഗിക്കാൻ എനിക്ക് പേടിയാണ്, മുട്ടിടിക്കും കടകടകടാന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്ന, നിവൃത്തിയില്ലാത്ത ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ അത് എന്താ വായിക്കാനുള്ളത് പറയാനുള്ളതെന്ന് എഴുതി വയ്ക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു എഴുതി വായിച്ച ഒരു ശകലം ആണെന്ന് കരുതിയാൽ മതി. ഒരു കാര്യം ഇത് വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഡോക്ടർ കോമളവല്ലിയമ്മയാണ്, വെറും കോമളവല്ലിയമ്മ അല്ല. ഈ പുസ്തകം നോക്കിയാൽ കോമളവല്ലിയമ്മ എന്നേ കാണുള്ളൂ. ഡോക്ടർ എന്ന് പറയാനുള്ള മടികൊണ്ടല്ല, മകള് ഡോക്ടർ ആയതുകൊണ്ടുമല്ല. പക്ഷേ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഡോക്ടർ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്താ എന്നെപ്പോലെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് അവർ ഡോക്ടറാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല, ട്രൈ ചെയ്യാത്തതുകൊണ്ടല്ല, സാധിച്ചിട്ടില്ല. ഡോക്ടറേറ്റിനും പോകാമെന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മധൈര്യം വേണം. പഠിക്കുന്ന സബ്ജക്റ്റിന് പിന്നെ കണക്ക് ഇങ്ങനെ ഒരു കടമ്പയുണ്ട്. ഇത് രണ്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് പോകാത്തത്. ഇനി എഴുത്തുകാർ പലതരത്തിലുണ്ട്.
അതിൽ ഒരേ തരത്തിലുള്ള ജീവിതവൃത്തിയിൽ ഇരുന്നിരുന്ന് മൂക്കുമ്പോൾ എന്തെങ്കിലും എഴുതാനുള്ള ഒരു ത്വര ഇങ്ങനെ പൊന്തി വരും അകത്തുനിന്ന്. അങ്ങനത്തെ ഒരു ജനുസുണ്ട്. ശ്രീ കോമളവല്ലിയമ്മയും ഞാനും ഏതാണ്ട് ആ ഗ്രൂപ്പിൽ ആ ജനുസിൽ പെടുന്നതാണ്. ഈ ജനുസിൽ തന്നെ എയും ഉണ്ട് ബിയും ഉണ്ട്. എ അവനവൻ്റെ ജോലിയുടെ വെളിച്ചത്തിലുള്ള എഴുത്ത്, അതാണ് കോമളവല്ലിയമ്മയുടേത്. ബി ഈ ജോലി പുസ്തകം അടച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും എഴുതുക, ജോലിയോടുള്ള ആത്മാർത്ഥത എന്തുമാത്രം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ വഴി. ഈ പുസ്തകം ഇത് വായിച്ചപ്പോൾ, ഞാനിത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വായിക്കാനുള്ള സൗകര്യം കിട്ടി. ഇതിനകത്തെ എല്ലാ ലേഖനങ്ങളും വായിച്ചു നോക്കാനും അതിന് അത്യാവശ്യം വേണ്ട ആളുകൾ എങ്ങനെ ഇത് സ്വീകരിക്കും എന്ന് ആലോചിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. എനിക്കപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇതൊരു സ്വാദിഷ്ടമായ അവിയലാണെന്നാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ അവിയൽ. അപ്പം ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു അവിയലാണ്. ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ വെജിറ്റബിൾസും ഉള്ളത് അവിയലുള്ളതുപോലെ ഇതിനകത്ത് സാമൂഹിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നാലഞ്ചോ ആറോ ലേഖനങ്ങൾ ജലസമ്പത്തിനെ കുറിച്ചുള്ളതാണ്. ഇറിഗേഷൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു, കുറ്റം പറയാൻ പാടില്ല. ജലം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതായിരുന്നു 10-20 വർഷം കോമളവല്ലിയമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് ആർക്കും എഴുതാൻ പറ്റുമെന്നോ പറയാൻ പറ്റുമെന്നോ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ജലത്തെക്കുറിച്ച് 2-3 പ്രാസംഗികർ ഒന്ന് തൊട്ട് തലോടിപ്പോയി. അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. സത്യമാണ്, അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇറാനിലും ഇറാഖിലും വെള്ളമില്ല. വെള്ളം എന്നൊരു സാധനമില്ല. ഒരു തുള്ളി വെള്ളമില്ലാതെ ടർക്കിയിൽ നിന്ന് ടാങ്കറിൽ വെള്ളം ഇറക്കുമതി ചെയ്യാനാണ് ഇറാഖ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പകരം എണ്ണ കൊടുക്കാമെന്ന് പറഞ്ഞു. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ട ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി നമുക്കെന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് അത് കോമളവല്ലിയമ്മ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം മഴയുണ്ട്. ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞെന്ന്, മഴയല്ലേ പെയ്യുന്നത്, നമുക്ക് വെള്ളമില്ലെന്ന് ആരാ പറഞ്ഞെന്ന്. മഴ പെയ്യുന്നുണ്ട്, ശരിയാണ്. മഴ പെയ്തതിൻ്റെ പിറ്റേന്ന് ആ മഴവെള്ളം അറബിക്കടലില്ല. 3 മാസത്തോളം നമുക്ക് വെള്ളമില്ല. നമ്മുടെ കിണറുകൾ വറ്റുകയാണ്. പാലക്കാട്ട് 10-20 വർഷം, 25-30 വർഷം ഉണ്ടായിരുന്ന ആളാണ് കോമളവല്ലിയമ്മ. 12 വർഷം പാലക്കാട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാം പാലക്കാട്ടെ ജലക്ഷാമം. ഇത് കൂടാനേ പോകുന്നുള്ളൂ. കാരണം നമ്മൾ കുഴൽക്കിണറുകൾ കുഴിച്ച് നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ അതിന് അടിയിലുള്ളത് വരെ കണ്ടു കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കാമെന്ന് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. ഓരോരുത്തരും ആലോചിക്കണം. എഞ്ചിനീയർമാർ പ്രത്യേകിച്ചും കൂടുതലധികം ചിന്തിക്കാത്തൊരു കൂട്ടരാട്ടോ ഈ എഞ്ചിനീയർമാരെന്ന് പറയും. പഠിച്ചു കഴിയും, പഠിച്ചാൽ ജോലിയാവും, ജോലി നടത്തും, പെൻഷനാവും, ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന കൂട്ടരാ സിവിൽ എഞ്ചിനീയർമാർ. ഞാനും സിവിൽ എഞ്ചിനീയറാണ്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും വിദ്യാർത്ഥികളോടുള്ള സ്നേഹത്തിൻ്റെയും മോഹത്തിൻ്റെയും മോഹഭംഗങ്ങളുടെയും ഒരു അവിയലാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ഏറ്റവും ഒടുവിലത്തെ ലേഖനം ആർട്ടിഫിഷ്യൽ റീഫിനെ കുറിച്ചുള്ളതാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ആർട്ടിഫിഷ്യൽ റീഫ്. ഇത് വായിക്കാൻ തന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നത്.
കടലിൽ നിന്ന്, നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഒരു 500 മീറ്ററോ 300 മീറ്ററോ അകലെ ഒരു ഐലൻഡ് സൃഷ്ടിക്കുക. ആ ഐലൻഡ് നമുക്ക് എങ്ങനെ വേണേൽ ഉണ്ടാക്കാം. മണൽ കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പലരും ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയ ചെയ്തിട്ടുണ്ട്, ന്യൂസിലൻഡ് ചെയ്തിട്ടുണ്ട്, അമേരിക്ക ചെയ്തിട്ടുണ്ട്. വലിയ കൂട്, നമ്മുടെ ഒരു ചാക്കെന്ന് വിചാരിക്കുക. ആ ചാക്കിനകത്ത് മണൽ നിറച്ച് നമ്മൾ കടലിൽ കൊണ്ടിടുന്നു. സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അത്. കൂടി ഓരോ ലെവലിലായിട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നു. ഈ ഐലൻഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ തങ്കശ്ശേരിയിലും ആലപ്പുഴയ്ക്കും ഉള്ള കടൽ അടിച്ച് അകത്ത് കയറി. ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് എന്തുമാത്രം പോയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഞാൻ പണ്ട് എന്നും യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ശംഖുമുഖം എനിക്ക് ഓർമ്മയുണ്ട്. ശംഖുമുഖത്ത് 1950കളിലും 60കളിലും പോകുമ്പോൾ ഒരു 100-150 മീറ്റർ കടലിലേക്ക് നമുക്ക് ആ കടൽ തീരത്തൂടെ ഇറങ്ങി നടക്കാമായിരുന്നു ഇറക്കമുള്ള സമയത്ത്. ഇപ്പോഴോ, ഇപ്പം കടലടിച്ച് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ റോഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ റീറ്റെയിനിങ് വാൾ കെട്ടിയിരിക്കുക. അതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കടലേറ്റം തടയാൻ ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ഈ ആർട്ടിഫിഷ്യൽ റീഫ്. ഇതേക്കുറിച്ച് പഠിച്ച് ന്യൂസിലൻഡിൽ ചെയ്ത ഒരു കെറി ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, അദ്ദേഹം അവിടെ ചെയ്തതാണ്. അദ്ദേഹം ഇവിടെ വരികയും, എനിക്ക് തോന്നുന്നു കോമളവല്ലി വിളിച്ചു വരുത്തിയാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച് ഇതിനെക്കുറിച്ചൊരു പ്രസൻറ്റേഷൻ കേരള ഗവൺമെൻറ്റിന് നടത്തി. അന്ന് കോമളവല്ലിയമ്മ ചീഫ് എഞ്ചിനീയറാണ്. തന്നെയല്ല, കൊല്ലത്തിനടുത്ത് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ് നടത്തിയത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങ് എൻ്റെ സിവിൽ എഞ്ചിനീയർ സടപടഞ്ഞടഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്തായി? ഒന്നും ആയില്ല. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് അവിടെ സെക്രട്ടേറിയറ്റിൽ ഏതോ ഒരു ചവിറ്റുകൂടെ കിടപ്പുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ചീഫ് എഞ്ചിനീയറുടെ മനസ്സ് ഉടച്ച ഒരു സംഭവത്തിൻ്റെ സാധാരണഗതിയിലുള്ള ഒരു റിഫ്ലക്ഷനാണ് കണ്ടത്. ഇതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. എന്ത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരാം, ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇല്ലാതാക്കാം, അതെങ്ങനെ ചെയ്യാതിരിക്കാം എന്ന് 100 കൂട്ടം കാരണങ്ങളും കാര്യകാരണ സഹിതം അത് നമുക്ക് വേണ്ട എന്ന് പറയാൻ മലയാളികളെ പോലെ വേറെ ഒരാളെ കിട്ടില്ല. അത് നമ്മുടെ തലയിലെടുത്ത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ റീഫ് ഞാൻ ഇതിന് ശേഷം ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു, ഇവിടെ ആരെങ്കിലും ഇത് പഠിക്കുന്നുണ്ടോയെന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു മറുപടി കിട്ടി. കാരണം ഇഷ്ടംപോലെ കപ്പലുണ്ടല്ലോ, യുദ്ധക്കപ്പലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊരു 10-20 വർഷമാകുമ്പം നമ്മൾ കാറ് മാറുന്ന പോലെ അവർ കപ്പൽ മാറും. അപ്പോൾ ഒരു കപ്പൽ കൊണ്ടുവന്ന് അവിടെ കെട്ടി താഴ്ത്തിയിട്ട് അത് ഒരു ആർട്ടിഫിഷ്യൽ റീഫായിട്ട് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ പല കപ്പലുകളും അവർ മുക്കി താഴ്ത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. മെക്സിക്കനും കടലെടുക്കെന്ന് പറഞ്ഞാൽ കടൽക്ഷോഭത്തിൻ്റെ അങ്ങേയറ്റമുള്ളൊരു പ്രദേശമാണ്. ദുബായിൽ ദുബായിലുള്ള അവരുടെ പുതിയ ഡെവലപ്മെൻറ്റിന് ഒരു സപ്പോർട്ട് എന്നുള്ള, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന പോലെ ഐലൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ തങ്കശ്ശേരിക്കാരെയും ഈ ആലപ്പുഴക്കാരെയും ആർക്കും വേണ്ട, ഒന്നും ചെയ്യാനോ ആർക്കും ഒരു തോന്നലുമില്ല. അതേക്കുറിച്ച് എഴുതാനെങ്കിലും കോമളവല്ലിയമ്മയ്ക്ക് തോന്നി എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ കോമളത്തിന് ഇനിയും പ്രതീക്ഷയുണ്ട്. അവിടെയാണ് ഞാൻ കോമളത്തിനൊരു നമസ്കാരം പറയുന്നത്. കാരണം കനാലിൽ നിന്ന്, പാലക്കാട്ട് ഇറിഗേഷൻ കനാലിൽ നിന്ന് അനധികൃതമായി പാടശേഖരത്തേക്ക് വെള്ളം തുറന്നു വിടുന്നത് തടയുന്നുണ്ടെന്ന് കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ രാത്രിയിൽ, വലിയ പാടശേഖരമാണ്, വലിയ ചെറിയ
ആൾക്കാരും ഉണ്ട്. ഈ ചെറിയ ആൾക്കാർ മിക്കവാറും ഈ കനാലിൻ്റെ കീഴറ്റത്തുള്ളവരാണ്. അവർക്ക് വെള്ളം കിട്ടില്ല. മറ്റുള്ളവർ പിടിച്ചു വെച്ച, മുകളിലുള്ളവർ പിടിച്ച് അവരുടെ പാടശേഖരത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ താഴെ അറ്റത്തുള്ളവർക്ക് വെള്ളം കിട്ടില്ല. അവരുടെ കൃഷി അതോടെ മുടങ്ങും. അപ്പം അവർ കംപ്ലൈൻറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ ഈ 10-30 വയസ്സ് പ്രായമുള്ള എഞ്ചിനീയർ ഭർത്താവിനെയും കൂടെ കൂട്ടി പെട്രോമാക്സ് ലൈറ്റും ഒക്കെ ആയിട്ട് ഈ പാടശേഖരത്തിൻ്റെ ചെറിയ വരമ്പിൽ കൂടെ നടന്നുപോയി ഇത് കണ്ടുപിടിച്ച് ആ ആളെ കൂടെ കൂട്ടിപ്പോയി അത് അടപ്പിച്ച ചരിത്രമുണ്ട്. അതേക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതേക്കുറിച്ചല്ല പറയുന്നത്, പക്ഷെ ഇടയ്ക്ക് അതുകൂടി പറഞ്ഞു വെച്ചിരിക്കുക. അതിനല്ല പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനസ്ഥൈര്യം കാട്ടിയ സ്ത്രീ പല കോളേജുകളിലും പ്രിൻസിപ്പൽ പ്രൊഫസറുമായിരുന്നിട്ട് അവിടെയൊക്കെ തണൽ, പിന്നെ സ്റ്റെം അല്ലേ, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പ്രേരിപ്പിച്ച് സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഓരോ ക്ലബ് ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ. അപ്പൊ ഇവർക്ക് പ്രതീക്ഷ അവർക്കിപ്പോഴും ഉണ്ട്, എനിക്കില്ല. ഞാൻ എൻ്റെ പ്രതീക്ഷയൊക്കെ കളഞ്ഞു. 10-22 വർഷത്തോളം കേരളത്തിന് പുറത്തൊക്കെ കറങ്ങി നടന്ന് അതും ഇതുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഈ നാടിനെക്കുറിച്ച്, മാവിനെക്കുറിച്ചും പ്ലാവിനെക്കുറിച്ചും നിരന്തരം ചിന്തിച്ച് ഒടുവിൽ ഇവിടെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ഉറങ്ങുക എന്നുള്ള സങ്കല്പമായിട്ട് തിരിച്ചു വന്ന ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ചെറിയ ഒരു സമ്മതം, അതായത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും മിക്കവാറും എല്ലാ ടൗണുകളിലും, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എല്ലായിടത്തും കേരളത്തിനകത്ത് 3-4 ടൗണുകളിലെ ശരിക്കുള്ള സൂവറേജ് നെറ്റ്വർക്ക് ഉള്ളൂ. അതായത് പൈപ്പ് ലൈൻ ഇട്ടിട്ട് പൈപ്പ് ലൈനിൽ കൂടി സൂവേജ് കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്ന ഏർപ്പാട് തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് 1930 മുതലുണ്ട്. കൊല്ലത്ത് കഷ്ടമാണ്. കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് പൈപ്പിട്ടു. 78 കിലോമീറ്റർ ദൂരത്തിൽ മറ്റേ പൈപ്പിട്ടു. ആ പൈപ്പിനകത്തുകൂടെയൊക്കെ സൂവേജ് ഒഴുകുന്നുണ്ട്, വേറൊന്നുമില്ല. കൊല്ലത്തെ കാര്യം. കൊച്ചിയിൽ 20-25 കിലോമീറ്ററിൽ ഉണ്ട്, നടന്നില്ല. കോഴിക്കോട്ട് ഒന്നുമില്ല, ഇപ്പോഴും ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? സെപ്റ്റിക് ടാങ്ക്. ഈ സെപ്റ്റിക് ടാങ്ക് 40% പോലും ഇത് ട്രീറ്റ് ചെയ്യുന്നില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തു വരുന്ന മലിനജലം 60% മലിനമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ സെപ്റ്റിക് ടാങ്കിന് ഒരു അഡീഷണൽ ടാങ്ക് ചേംബർ കൂടെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് 30% ട്രീറ്റ് ചെയ്ത വെള്ളമായിരിക്കും. അത് നമുക്ക് ചില ചെടിയൊക്കെ ഇടാം എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റുള്ളവർ ചെയ്താ, എൻ്റെ സ്വന്തമൊന്നുമല്ല, പുറമേ ധാരാളം ആളുകൾ ചെയ്തത് ഞാനൊരു പ്രോജക്റ്റ് പോലാക്കി. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച കോളേജിൽ, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ അതുമായിട്ട് പോയി. എൻ്റെ കൂട്ടുകാരെ, ഞാൻ പഠിപ്പിച്ച പിള്ളേര് പ്രൊഫസറായിട്ടുള്ളിടത്ത് ഇതൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചു. എൻ്റെ സാറേ, ഇവിടെ ഒന്നും പറ്റുകയില്ല, ഈ പിള്ളേർക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവന്നു. അയ്യോ, ഇവിടെ ഒന്നും ഇത് സാധിക്കില്ല. അങ്ങനെ ഇപ്പോഴും ഈ പ്രോജക്റ്റ് എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. ഈ നാട്ടിലൊന്നും നടക്കുക. അതായത് നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും ചെയ്യണമെന്നില്ല. പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമുക്കൊരു ധാരണയില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും പുതിയ പുതിയ സബ്ജക്റ്റുകളെ കുറിച്ച് അവനവൻ്റെ അനുഭവത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ എഴുതുക, അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതെങ്കിലും ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. മൈക്ക് എൻ്റെ കിട്ടി. എനിക്കിനി നീട്ടി പറയോ കുറുക്കി പറയോ ചെയ്യാം. സമയം വളരെയായി. ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ.
ഞാനൊരു എഞ്ചിനീയറല്ല, ഞാനൊരു ഭാഷാധ്യാപികയാണ്. കോമളത്തിൻ്റെ ഈ കൃതികളുടെ ഗ്രൂപ്പ് നോക്കാൻ കോമളം എൻ്റെ കൊണ്ട് തരുമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ആദ്യം തൊട്ട് ഈ ഭാഷാപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഈ കൃതികളെല്ലാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കോമളത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമ്മേളനങ്ങളിലും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പലരെയും കുട്ടിക്കാലത്ത് എഴുതി തുടങ്ങിയ ഒരാളാണ്. കൗമുദി വാരിക, പിന്നെ മലയാള രാജ്യം കൊല്ലത്തുനിന്നിറങ്ങുന്ന വാരിക, അതിലൊക്കെ ആണ് ഞാനന്ന് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ആളുകൾ പലരും ഇന്നില്ല. പഴയ ആളുകൾക്ക് മാത്രമേ ഓർമ്മ കാണൂ. അന്ന് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സാധാരണ ഇന്നത്തെ പോലെയല്ല, പിന്നെ ഒരുപാട് അംഗങ്ങൾ കാണും, സാമ്പത്തിക ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് അന്ന് വരുത്തുന്നത് കെ ബാലകൃഷ്ണൻ്റെ കൗമുദി വാരിക. അതെല്ലാവരുടെയും ചെറുപ്പക്കാരുടെ ഒരു ഹരമായിരുന്നു. അതിൽ വനിതാ വേദിയിൽ എഴുതി തുടങ്ങിയതാണ് ഞാൻ 1958 കാലഘട്ടങ്ങളിൽ. അതായത് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം കോട്ടങ്ങൽ സ്കൂളിലും, പിന്നെ ഇൻ്റർമീഡിയറ്റ് വിമൻസ് കോളേജിലും, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം ഓണേഴ്സ് കോഴ്സുണ്ട്, അതിനും ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ഈ എഴുത്തിലോട്ട് വന്നത്. ഇന്നത്തെ ആനുകാലികങ്ങളിലൊക്കെ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെയുള്ള ഒരു രീതിയല്ല അന്നുള്ളത്. നമുക്ക് പിന്നെ കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിൽ അതിൽ വനിതാവേദി, ബാലരംഗം, അതിനകത്ത് അന്ന് എഴുതി പഠിച്ച എഞ്ചിനീയറാണ് ശ്രീകുമാരൻ തമ്പി. അന്ന് കാണുന്ന ബാലപംക്തിയിൽ ശ്രീകുമാരൻ തമ്പിയുടെ പേര് കാണും. നമ്മൾ ബാലപംക്തിയിലൊക്കെ എഴുതുന്ന ആളാണ്, പിന്നെ വനിതാവേദിയിലൊക്കെ എഴുതുന്ന ആളാണ്. പിന്നെ ആകാശവാണിയിൽ ഉള്ള ഇതിന് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഇന്ന് വിഭിന്നമായ ആളുകളാണ്. പിന്നെ ഇന്ന് പിന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ അപൂർവം പേർക്ക് മാത്രമേ അറിയാനും കഴിയുള്ളൂ. പക്ഷേ നമുക്ക് അതുകൊണ്ട് വലിയ ഭാഷാ സ്വാധീനമൊന്നും ഇല്ല. കോമളം കൊണ്ടുവന്ന ഇതിലിപ്പോൾ ഞാൻ നോക്കുന്നത് ഒരു അക്ഷരത്തിൽ എത്ര മാത്രയുണ്ട്. ഒരു മാത്ര തെറ്റിപ്പോയാൽ വരി തെറ്റിപ്പോവും. അപ്പോൾ ആ മാത്രയിൽ എന്ത് വ്യത്യാസം വരാം, അലങ്കാരത്തിൽ എന്ത് വ്യത്യാസം വരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് നമുക്ക് വലിയ ഭാഷാജ്ഞാനവും ഇല്ല. ഞാൻ എൻ്റെ ഒരു മലയാളം ക്ലാസ് ഓർമ്മിക്കുകയാണ് ഇന്ന്. ഇപ്പം ഇത്രയും പേരുടെ മുമ്പിൽ മലയാളം ക്ലാസ്, മലയാളം ഓണേഴ്സ് ക്ലാസ് കേരളത്തിലെ ഇബ്സൻ എന്ന് പറയുന്ന എൻ കൃഷ്ണപിള്ള സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കണ്ണകി ചരിതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണകി പിന്നെ അവളുടെ പിന്നെ ചെലമ്പ് വിറ്റ കുറ്റത്തിന് കോവലനെ വധിച്ചതുകൊണ്ട് കണ്ണകി മധുരാപുരി ചുട്ടരിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്തനം പറിച്ചെറിഞ്ഞ് അഗ്നി ഉണ്ടാക്കി എന്ന് സാറ് പഠിപ്പിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. സൂനം പൂവെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ വാക്ക് എനിക്ക് പിടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തോന്ന് പറിച്ചെറിഞ്ഞ് സാർ എന്ന് ചോദിച്ചു. എൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടിട്ടായിരിക്കും സാറ് എൻ്റെ മുഖത്ത് നോക്കി ക്ലാസ്സിലൊരു ചിരിയൊക്കെ പറഞ്ഞു. നമുക്ക് പുതിയ വാക്കൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ പറഞ്ഞു മാറ്. അപ്പോഴും എനിക്ക് തോന്നുകയാണ്, എവിടെ മാറാൻ പറയാം, ഇവിടെ സ്ഥലമില്ലല്ലോ മാറാൻ പറഞ്ഞ എന്ത്. അപ്പോഴും സാർ എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു മുല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മുല പറിച്ചെറിയോ, കള്ളം, സാറ് ചുമ്മാ പറയാണ് എന്നാണ്. അത്രത്തോളം കൊണ്ട് ഭാഷാ പരിജ്ഞാനം അന്നത്തെ കാലത്ത്. നമുക്ക് 17 18 പ്രായം. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ട്. അന്ന് അറിവ് കുറവാണ്. ഭാഷ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഭാഷാ പഠനം കൂടുതലായപ്പോഴാണ് നമുക്ക് ഈ ഗ്രാമറൊക്കെ പഠിക്കുന്ന കാലത്താണ് ഈ ഇത്തരം കൃതികളിലൊക്കെ വരുന്ന. ഇപ്പം ഏകദേശവും ഓളം എന്നൊക്കെ വന്നാൽ അതിൽ ഏകദേശവും ഓളവും വേണ്ട, ഒരെണ്ണം മതി എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് മതി, ഏകദേശം വേണ്ട. അതുപോലെ കത്തിക്കരിഞ്ഞ രാമുവിൻ്റെ വീട് എന്നെഴുതി വയ്ക്കും. അത് രാമുവിൻ്റെ വീടല്ല. അപ്പോൾ കത്തിക്കരിഞ്ഞ രാമുവല്ല, കത്തിക്കരിഞ്ഞ രാമുവിൻ്റെ അല്ല, പിന്നെ കത്തിക്കരിഞ്ഞത് വീടാണ് എന്നുള്ള അർത്ഥത്തിൽ ചില പ്രയോഗങ്ങളൊക്കെ നമുക്ക് നടത്തേണ്ടി വരും. ഇതൊക്കെയാണ് പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഇത് സമയമല്ല, വിഷയം എൻ്റേതല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഭാഷാധ്യാപികയാണെന്നുള്ള. നമ്മുടെ നാക്ക് കുഴഞ്ഞ വാക്ക് കുഴയും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഒരു പാത്രക്കച്ചവടക്കാരൻ
തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇന്നത്തെ പോലെ മൈജി ഒന്നും ഇല്ലാത്ത കാലം, ലൂലു ഒന്നുമില്ല. വീടുകളിൽ പാത്രം കൊണ്ടുവരും, നമ്മൾ പാത്രം വാങ്ങിക്കും, ചിലപ്പോൾ കടം തരും, ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിക്കും, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു പാത്ര കച്ചവടക്കാരൻ ഒരുപാട് പാത്രമൊക്കെ വിറ്റ് ഒരുപാട് പണം കിട്ടി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. അയാളിങ്ങനെ നടന്നു പോയപ്പം ഒരു സ്ഥലത്ത് കാക്കാരിശി നാടകം കളിക്കുന്നു. അയാൾക്കത് കണ്ടപ്പോൾ വളരെ രസം തോന്നി. തമിഴ് മലയാളമൊക്കെ കൂടെ കലർന്ന ഒരു സാഹിത്യ ശാഖയാണ് ആ കാക്കാരിശി നാടകത്തിൽ. അയാൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് പോവാൻ നോക്കിയപ്പോൾ മണി 2-2:30 അയാൾക്ക് പിന്നെ പോവാൻ നിവർത്തിയില്ല. അപ്പോൾ അയാൾ ഈ പണവും കൊണ്ട് ഞാനിങ്ങനെ കടൽത്തിണ്ണെ കിടക്കും. അയാളൊരു അടുത്ത് കണ്ട ഒരു വീട്ടിൽ ചെന്ന് തട്ടി വിളിച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, ഞാൻ ഒരു പാത്ര കച്ചവടക്കാരനാണ്, എനിക്ക് ഇവിടെ കിടക്കാൻ സൗകര്യം തരുമോ? ഒരു പറഞ്ഞില്ലല്ലോ, ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ അങ്ങനെ കയറ്റി കിടത്താനൊന്നും നോക്കൂല എന്ന് പറഞ്ഞ് പോയി. പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പം വേറൊരു വീട്ടിൽ ചെന്ന് വിളിച്ചു. വെട്ടം കണ്ടപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, എന്നെ ഇവിടെ ഒന്ന് കിടക്കാൻ സമ്മതിക്കുമോ? എൻ്റെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ കിടത്താക്കൂല. പിന്നെ അയാൾ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ പെണ്ണുങ്ങളുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്. എന്തിന്? അല്ല, എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് രാത്രി കിടക്കാവുന്ന സൗകര്യപ്പെടുത്തി തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നത്തെ കഥയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഭാഷാപരമായ കാര്യങ്ങൾ. ഈ കൃതികളിലും അതുപോലെ തന്നെ കോമളം പിന്നെ പുരുഷൻ എഴുതിയാൽ ഞാൻ അപ്പുമാൻ എന്നാക്കും. അപ്പോൾ ഒരു മാത്ര കിട്ടും, ഒരക്ഷരം ഉച്ചരിക്കാനുള്ള കാലയളവാണ് മാത്ര. അപ്പം കവിതയിൽ ഒരു മാറ്റം വരും. അപ്പോൾ ഒടുവിൽ കോമളം എൻ്റെ ഒക്കെ ചോദിച്ചു, ഇത് എൻ്റെ കവിത തന്നെ? ഞാൻ പറഞ്ഞു, തന്നെ, കോമളത്തിൻ്റെ കവിത തന്നെ. പിന്നെ ഈ കോമളത്തിൻ്റെ കവിതയെക്കുറിച്ച് പിന്നെ ശാസ്ത്ര വിജ്ഞാനത്തെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. ഈ ഭാഷയുടെ കാര്യങ്ങളും പിന്നെ കോമളത്തിന് എൻ്റെ അടുക്കലുള്ള സ്നേഹം കൊണ്ട് കോമളം വരാൻ പറഞ്ഞു, വന്നു, വിളിച്ചാൽ എപ്പോഴും പോവും. ഇതുപോലെ 2 വർത്തമാനം പറയും. ഇന്ന് പിന്നെ എല്ലാവർക്കും അടുത്ത പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ശ്രീമതി സിന്ധു സുരേഷ് ശേഷം. എല്ലാവർക്കും നമസ്കാരം. സദ്ഭാവന ട്രസ്റ്റിൻ്റെ 500ഓളം പുസ്തകങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോഴാണ് കോമളവല്ലി മാഡത്തിനെ യാദർച്ഛികമായി പരിചയപ്പെടുന്നത്. നമ്മുടെ സാറാണ്, ബാലേന്ദ്ര സാറാണ് മാഡത്തിനെ പുസ്തകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ മാഡത്തിനെ പരിചയപ്പെടുന്നത്. ആദ്യം മാഡത്തിനെ കുറിച്ച് തന്നെ പറയാം. ടീച്ചർ, ഞാൻ 500 പുസ്തകങ്ങൾ കഴിഞ്ഞു സദ്ഭാവനയ്ക്ക്. അതായത് 500 ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ രചയിതാക്കളെ കണ്ടു എന്ന് പറയാം. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാണാൻ കഴിഞ്ഞ ഒരാളാണ് ടീച്ചർ. കാരണം സാധാരണ നമ്മൾ പുസ്തകം എടുക്കുമ്പോൾ ഒരു മിനിമം 6 മാസം എടുക്കാറുണ്ട് പുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിന്. കാരണം അത്രയും പുസ്തകങ്ങളുടെ വർക്കുണ്ട്. ഒരേ സമയം ഒത്തിരി പുസ്തകങ്ങളാണ് ഇറങ്ങുന്നത്. ഒരേ സമയം ഒരു ദിവസം ഇങ്ങനെ നിരന്തരം ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നമുക്കൊരു സമയം എന്നുള്ള നിലയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ സാർ എന്നോട് തുടക്കത്തിൽ പറഞ്ഞു, സിന്ധു, സാധാരണ എടുക്കുന്ന സമയം എടുക്കരുത്, കുറച്ച് അല്പം ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ അദ്ദേഹത്തോട് ചെയ്യണം, അല്പം നേരത്തെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ മാഡത്തിന് ആദ്യം പോയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, വളരെ 2 ആഴ്ച കൊണ്ട് തന്നെ പുസ്തകം പുറത്തിറങ്ങും എന്നാ ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം ആള് വളരെ ഹാപ്പിയായി. 2 ആഴ്ച കൊണ്ട് പുസ്തകം ഇറങ്ങുമല്ലോ, സ്വാഭാവികമായി ഉണ്ടാവുന്ന ഹാപ്പി ഉണ്ടാവും. അപ്പോൾ 2 ആഴ്ച 1 മാസം ആയപ്പോഴത്തേനും ആ മുഖത്തിൻ്റെ ചിരിയിൽ ഒരു ശകലം വ്യത്യാസം വന്നു. അതവിടെ നിന്ന് 2 മാസമായപ്പോൾ ടെൻഷൻ്റെ രീതി അങ്ങ് മാറി. 2.5 ആയപ്പോഴത്തേനും മൊത്തത്തിൽ മാറി. പിന്നെ ഞാൻ കണ്ടത് ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് അപ്പോഴും ഓർമ്മ വന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ വളരെ ഇതുപോലെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളാണ്. എവിടെ ചെറിയ നിസ്സാരമായ കാര്യമാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ എവിടെയെങ്കിലും യാത്ര പോയാലും
ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പോയ അമ്മയ്ക്ക് അതൊരു ടെൻഷനാണ്. യു കണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 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 ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു രീതി തന്നെ ഒരു വ്യത്യസ്തമാണ്. നമ്മളോട് വളരെ സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ നമ്മളോട് പ്രകടിപ്പിക്കുമല്ലോ ഒരു സ്നേഹത്തോടുള്ള. ചെല്ലുമ്പോഴെല്ലാം അങ്ങനെ ഭയങ്കര അങ്ങ് ടെൻഷൻ കണ്ടാൽ ഞാൻ തോന്നുന്നു ആൾക്ക് ഇപ്പം അങ്ങ് അത്ര ടെൻഷനിലായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് വിറച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് എൻ്റെത് എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, എന്നെ എന്താ ഇങ്ങനെ, എന്നോട് മാത്രമാണോ ഇങ്ങനെ പല 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 ചോദ്യങ്ങൾ. ഞാൻ എല്ലാം ചിരിച്ചുകൊണ്ട് ഇനി എല്ലാം നടക്കും 1 മാസം കഴിയും ഞാൻ വീണ്ടും പറയും ഉടനെ നടക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 2.5 മാസം എടുത്ത പുസ്തകമാണ് ഈ പുസ്തകം. പിന്നെ അത്രയും ഒരു എന്താ പറയുക, വളരെ തന്നിലുള്ളിൽ തോന്നുന്ന വികാരങ്ങളെ അല്ലെങ്കിൽ ഇതിനെ അത് പുറമേ കാണിക്കുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് വളരെ സ്നേഹമായാലും ദേഷ്യമായാലും അങ്ങനെയുള്ള ഒരു ഗ്രന്ഥകാരിയാണ് ഇന്നത്തെ ഈ 2 പുസ്തകങ്ങളുടെയും ഗ്രന്ഥകാരി എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. 2 പുസ്തകങ്ങളും വ്യത്യസ്തമാണ് എന്നിവിടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ എല്ലാവരും തന്നെ ആധികാരികമായി പറഞ്ഞു. ഈ കവിതയിൽ തന്നെ ഉണ്ട്, കവിതയിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോയും അതിൻ്റെ പാട്ടും ഒക്കെ വളരെ മധുരം, നല്ല ഈണത്തിൽ അതിൻ്റെ ഇവിടെ അതിന് ഗായിക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി. അപ്പം അത്രയും നല്ല അത്രയും സീരിയസ് ആയിട്ട് അത്രയും ഒരു പുസ്തകം സാധാരണ ഇറങ്ങുമ്പോൾ പല രീതിയിൽ പുസ്തകങ്ങൾ ഇറങ്ങും, ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ചുമ്മാ എങ്ങനെയെങ്കിലും ഇറക്കുന്നവരുണ്ട്. പക്ഷെ ടീച്ചർ അങ്ങനെയല്ല. ടീച്ചർ അതിന് കൊടുത്ത ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ്. ഓരോ പുസ്തകങ്ങളും ചെയ്യുമ്പോൾ കൊടുത്ത എഫേർട്ടും വളരെ വലുതാണ്. ഈ പുസ്തകത്തിനൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ തന്നെ ആ ഒരു ഇതിലായിരിക്കും. കാരണം ഇതിൻ്റെ ഈ വീഡിയോയും ഓഡിയോയും ഒക്കെ ചെയ്തത് നേരിട്ട് ടീച്ചർ ചെയ്ത കാര്യങ്ങളാണ്. നമ്മളതിൽ വേറെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഇത് പുസ്തകമാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഗ്രന്ഥകാരിയാണ് ഇന്നത്തെ ഗ്രന്ഥകാരി. ടീച്ചറിനോട് ആണ് ആദ്യം ഞാൻ നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഒരു പുസ്തകം സദ്ഭാവന ട്രസ്റ്റിന് നൽകിയതിൽ അധികമായി നന്ദിയുണ്ട്. ഈ അവസരത്തിൽ ഞാനത് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. എൻ്റെ അധ്യക്ഷൻ BS ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് ഒന്നും പറയേണ്ടതില്ല. ഇവിടെ പറഞ്ഞവരെല്ലാം തന്നെ BS ബാലചന്ദ്രൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സദ്ഭാവനയുടെ ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ സദ്ഭാവനയുടെ നെടുന്തൂൺ, അങ്ങനെ പല വാക്കുകൾ പറയാം സാറിനെ കുറിച്ച്. സാറിൻ്റെ തന്നെ പുസ്തകങ്ങളും നടക്കുന്നുണ്ട്. മഹാരാമായണം വളരെ ഒരു വലിയ ലോകം അറിയപ്പെടുന്ന ഒരു പുസ്തകമായി ഇറങ്ങാൻ പോകുന്ന ഒരു പുസ്തകമാണ്. സാറിൻ്റെ വിവിധങ്ങളായ നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ് സാറ്. ഇപ്പം തന്നെ ഏകദേശം 15ഓളം പുസ്തകങ്ങൾ നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ അധികമായി നന്ദി പറയുന്നു. ശ്രീമതി ജയ ശ്രീകുമാർ സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് സ്വാഗതം പറഞ്ഞത്. ജയമാഡത്തിനെ കുറിച്ചും പറയാനൊന്നുമില്ല. സദ്ഭാവനയുടെ ഓൾ ഇൻ ഓൾ ആണ്, എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ ആണ്. എന്ത് കാര്യവും വന്ന് പെട്ടെന്ന് പറയാനും അതിനുള്ള ഞാൻ ടീച്ചറിൻ്റെ കാര്യമൊക്കെ വന്ന് ജയിച്ചു പറയുന്നത് ചിരിച്ചുകൊണ്ടിരുന്ന് കറിയാണോ തിന്നു അവൻ എങ്ങനെയാണ് ആളവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വേശ്യമാണ് ഇങ്ങനെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നിൽക്കുന്ന ആളാണ് സദ്ഭാവനയുടെ സെക്രട്ടറി. മാഡത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായി നന്ദി അറിയിക്കുന്നു. പുസ്തക പ്രകാശനം ചെയ്തത് GB ഹരീന്ദ്രനാഥ് സാറാണ്. ഹരിസായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന സമയം സാറിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യേശുദാസിനെ കുറിച്ചിട്ട്. ആ സമയമാണ് ഞാൻ സാറിനെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. ആ പുസ്തകം എനിക്കൊരു പാഠമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ആ പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കാണുകയാണ്. സാറ് ചെയ്യുന്ന വർക്കുകളുടെ ഒരു അത് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. സാറ് സദ്ഭാവനയെക്കുറിച്ചും ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്കും ഈ പ്രോഗ്രാമിൽ വന്നതിനും പുസ്തകം പ്രകാശനം ചെയ്തതിനുമെല്ലാം അധികമായി നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് കായംകുളം യൂനസ് സാറാണ്. ഭാരത് സേവക് സമാജിൻ്റെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് സാറ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായി നന്ദി അറിയിക്കുന്നു. MR തമ്പാൻ സാറ് ഭാരത് സേവക് സമാജിൻ്റെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെയും ഒക്കെ സദ്ഭാവനയുടെ ചീഫ് എഡിറ്ററാണ് സാറ്. വരാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് ഓടി വന്നു
ടീച്ചറിനോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ കൊണ്ടാണ് സാർ അത്രയും പെട്ടെന്ന് പോയി. വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് സാർ വേഗം തിരികെ പോയത്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യമായി നന്ദി അറിയിക്കുന്നു. പ്രൊഫസർ കെ രാജശേഖരൻ നായർ സാറിനോട് ഇതിൻ്റെ അവതാരിക എഴുതിയത്, ഒരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് സാറാണ്. അവതാരികയുടെ ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് ആ അവതാരിക വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ പുസ്തകം എന്ന്. നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അവതാരികയാണ് ആ പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ വന്നതിനും പങ്കുകൊള്ളതിനും സാറിന് അധികമായ നന്ദി അറിയിക്കുന്നു. ശാന്തകുമാരി ടീച്ചറിനെ കുറിച്ചും ഇവിടെ പറഞ്ഞു. ടീച്ചറും പുസ്തകത്തിൻ്റെ ടീച്ചർ പ്രമുഖയായ ഒരു എഴുത്തുകാരിയാണ്. അത് ഇവിടെ പറഞ്ഞു. ടീച്ചറിൻ്റെ ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. ടീച്ചറിനോടും സദ്ഭാവന ട്രസ്റ്റിൻ്റെ അധികമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ടീച്ചറിനുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രവർത്തകർ, BSSൻ്റെ പ്രവർത്തകർ, എല്ലാവരും ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे